ശ്യാമേ, നമ്മളിന്നൊരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയെ തൊട്ട് കളിക്കാൻ പോവുകയാണ്. ഭയമുണ്ടോ? എന്തിനാ? ഭയക്കുന്നില്ല. താങ്കളുടെ കണ്ണുകളിൽ ഭയമില്ല. ആ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തി ഒരു ചില്ലറക്കാരനല്ല. മലയാള സിനിമയിലെ സകല കഥകളും അറിയാകുന്ന സകല നടന്മാരുടെയും പ്രൈവസിയിൽ ഒളിഞ്ഞ് കയറി അവരുടെ കഥകൾ പുറത്തിടുന്ന മലയാളികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. കാരണം മലയാളികൾക്ക് ഈ സിനിമാക്കാരുടെ ഈ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അവിഹിത കഥകൾ. ഇയാൾ ഈ അവിഹിത കഥകളൊക്കെ അതിഭീകരമായിട്ട് പറയും. അയാളുടെ ചാനൽ തുറന്നു വെച്ച് അയാൾ പറയും. അയാളൊരു ഡയറക്ടറാണ്, മലയാളത്തിൽ പ്രശസ്തനായിട്ടുള്ളൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എനിക്ക് അടിയേരും. ആ പടം ഒരു പടം ചെയ്തിട്ടും അത് 8 നിലയെ പൊട്ടി. ആ പടം 8 നിലയെ പൊട്ടിയെങ്കിലും അയാൾ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേറെ പലതുമാണ്. ആ പൊട്ടിയതിൻ്റെ പിറകിൽ മറ്റു പല ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞ് ഇയാളുടെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പുച്ഛമാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിലാണ് സംസാരം. അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ സംസാരം. അത്യാവശ്യം സഭ്യമല്ലാത്ത രീതിയിൽ ആ ഭാഷയൊക്കെ ഉപയോഗിക്കും. ശാന്തിവിള ദിനേശ്, ഈ ശാന്തിവിളയുടെ വിളയിലോട്ടൊരു വെട്ടിക്കിളി ആക്രമണം ഉടനടി ഇങ്ങാനും പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഇയാൾ ഈ WCCക്കൊക്കെ എതിരെ ഒരുപാട് സമയം പറഞ്ഞിട്ടുണ്ട്, ദിലീപിൻ്റെ അനുകൂലിക്കുന്നുണ്ട്. എന്താണ് ഇയാളെ കുറിച്ച് തോന്നുന്നത്? ഇദ്ദേഹം ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കഥകൾ മെനഞ്ഞ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആരും ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ആരെങ്കിലും സിനിമാ മേഖലയിലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു കഥ ഇട്ടുകൊടുക്കും. ശ്രീകുമാരൻ തമ്പി സാറിനെതിരെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാറ് ഇയാളെ IFFKയിൽ ചെന്നപ്പം ചീത്ത വിളിച്ച് ഓടിച്ചപ്പം ആ സമയത്തൊന്നും പറഞ്ഞില്ല, ചൂളിപ്പോയി. പിന്നെ വന്നിരുന്ന് ലൈറ്റ്സ് ക്യാമറ ഓൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു പൊരിക്കലായിരുന്നു. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ, ഞാനിത് പറഞ്ഞ ലൈറ്റ്സ് ക്യാമറ ഓൺ, ഞാൻ വെറുതെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഞാൻ വെറുതെ ഇതിനൊക്കെ പബ്ലിസിറ്റി കൊടുക്കുന്നത് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ കയറി നിന്നുകൊണ്ട് ഒരു പൊരിക്കലായിരുന്നു. ശ്രീകുമാരൻ ഇനി എൻ്റെ വായിരിക്കണം കേൾക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഷ ഉപയോഗിക്കണം, പക്ഷെ എനിക്കത് ഉപയോഗിക്കാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ബാക്കി ഷാമു പറഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ ആളുകൾക്ക് നേരെ കഥകൾ മെനയുകയാണ്. എല്ലാ കട്ടിലിനും അടിയിലുള്ള ബിരുദൻ, എല്ലാ നായകന്മാരുടെയും കട്ടിലിനടിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിരുദനാണ് ഇദ്ദേഹം. ഏത് നടനെ നോക്കിയാലും ആ നടൻ്റെ കട്ടിലിനടിയിൽ ഒരു ദിവസമെങ്കിലും ശാന്തിവിള ദിനേശ് താമസിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നി. കാരണം ആ കട്ടിലിൽ നടക്കുന്ന, മുകളിലെ കട്ടിലിൽ നടക്കുന്ന എല്ലാ കാഴ്ചയും ഇടയ്ക്കിടയ്ക്ക് ഈ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ബിരുദൻ തലമുക്കുകയും അത് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ നേരിട്ട് കണ്ട പോലെ പല കാര്യങ്ങളും നേരിട്ട് കണ്ടതുപോലെയാണ്. ആ കട്ടിലിനടിയിൽ നിന്ന് അദ്ദേഹം നൂന്ന് പുറത്തു വരികയും രാത്രികാലങ്ങളിൽ നടൻ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നടൻ താമസിക്കുന്ന മുറിയിൽ ഒരു ക്യാമറ, അത് പക്ഷേ ക്യാമറ സ്ഥാപിക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം 1990 മുമ്പുള്ള കഥകളൊക്കെ ഇദ്ദേഹം വിളിച്ച് പറയാറുണ്ട്. പ്രേം നസീർ വരെ ഇയാളുടെ വാക്ചാതുര്യത്തിന് ഇരയായിട്ടുണ്ട്. ഇപ്പം മരണപ്പെട്ടു പോയ, ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ നടന്മാരുടെ ചേഷ്ടകളും ലൈംഗിക കാര്യങ്ങളും വരെ അദ്ദേഹം നേരിൽ കണ്ടതുപോലെ പറയുന്നുണ്ട്. ഒരു ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലങ്ങളിലേക്ക് പോവുകയും ഇതുപോലെയുള്ള നടന്മാരെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രമുഖ നടൻ്റെ പിതാവ് ഒരു നടിയെ ഷൂട്ടിംഗ് സെറ്റിലിട്ട് തല്ലി. പിതാവിന്റെ പേര് പറയുന്നില്ല, നടന്റെ പേരും പറയുന്നില്ല. പ്രമുഖ നടന്റെ പിതാവ്, പ്രമുഖ നടനായിട്ടുള്ള, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടപടി വേണം അമ്മയൊക്കെ തള്ളി പറഞ്ഞ നടൻ. ആ നടന്റെ പിതാവ് മറ്റൊരു നടനായിരുന്നു. ആ നടൻ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു തമിഴ്നാട് വനിതാ മുഖ്യമന്ത്രിയുടെ പേരുള്ള സ്ത്രീയെ കൂടെ കിടക്കാൻ വിളിച്ചപ്പോൾ അവർ പോയില്ല. ആ ദേഷ്യത്തിന് തൊട്ടടുത്ത ദിവസം ഷൂട്ടിംഗ് സെറ്റിലിട്ട് തല്ലി. ഇതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു കണ്ടെത്തൽ. അതും കണ്ടതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ അറിയില്ലേ, അപവാദ പ്രചാരണത്തിന് ഇദ്ദേഹത്തിനെതിരെ കേസൊക്കെ ഉണ്ട്. 2021 അപവാദ പ്രചാരണത്തിന് ഇദ്ദേഹത്തിനെതിരെ അല്ലെന്നേ, ഇത് വ്യക്തിപരമായി വ്യക്തികളുടെ വ്യക്തി ജീവിതത്തിൽ പോയി പരാതി ഉണ്ടെങ്കിലും കേസുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ഒരു ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം അതിനെ ഒരു തെറ്റായി എടുത്തുകൊണ്ട് അദ്ദേഹത്തെ, ഈ പറയുന്ന നടനെ തനിക്ക് അറിയാം. 1 ഡസനിലോളം മക്കളുള്ള ഒരു നടൻ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഒരു നടിയെ പ്രാപിക്കുവാൻ വേണ്ടി പോയി. ഇതിനെയാണ് നമ്മൾ ഇമ്മോറൽ പോലീസിങ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇമ്മോറൽ പോലീസിങ് എന്ന് നമ്മൾ
വളരെ സ്പഷ്ടമായിട്ടുള്ള ഭാഷയിൽ പറയും. അതിന് സ്പഷ്ടമല്ലാത്തൊരു ഭാഷയുണ്ട്, അത് ഞാൻ പറയണോ? അല്ല, നമ്മളെ ഈ പറയുന്ന പോലെ നമുക്കിപ്പം റോളിംഗ് ചൊറിച്ചിൽ എന്നൊക്കെ പറയാം. അതെ, ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പറയുന്ന ഒരു സാധനം എന്താ, അവിടെ നിന്ന് തരുന്നൊരു നിർദ്ദേശം റോളിംഗ് ആക്ഷൻ അല്ലേ തരുന്നത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ക്യാമറമാൻ കൊടുക്കുന്ന നിർദ്ദേശം അപരാധം ആരംഭിച്ചാട്ടെ. അവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണെന്ന് തോന്നുന്നു. അത്രയും വലിയ തോന്നിവാസമാണ് വിളിച്ചു പറയുന്നത്. ഇനിയിപ്പോൾ ആര് വന്ന് എതിർത്ത് എന്ത് പറഞ്ഞാലും അയ്യോ അദ്ദേഹം പറഞ്ഞുള്ളത് കൊണ്ടാണ് സിനിമയിലെ കഥകളൊക്കെ ഞങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞാലും ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ പോയി ഈ പറയുന്ന കേസോ പരാതിയോ ഇയാളുള്ള സ്ഥലത്തൊന്നും ഒരു ആണിനോ പെണ്ണിനോ ഒരു നടിക്കോ നടനോ ഒരുമിച്ചൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സ്പോട്ടിൽ കഥ അടിച്ചിറങ്ങി. അതെ, ഈ ഇദ്ദേഹത്തെ പിന്നെ സദാചാരം ഇതാണ്. ആ മറൈൻ ഡ്രൈവിലാണ് കൊണ്ടിറക്കി കഴിഞ്ഞാൽ ഒരു വടിയും കൊടുത്ത് ഇറക്കി വിടണം. അങ്ങേയറ്റം ആളുകൾ ഓടിച്ചിട്ടടിച്ച് കളയും. ശാന്തിയുള്ള അഴുക്കപ്പയൽ എന്നൊക്കെയാ പറയുന്നത്, അഴുക്കച്ചെറുകൻ. അതെ, ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഈ യുവ നടന്മാരോടാണ്. യുവ നടന്മാര് അതിഭീകരമായിട്ട് ശമ്പളം വാങ്ങിച്ചു കളയുന്നു. പ്രേം നസീർ ഇത്ര പൈസ വാങ്ങിച്ചത്? മമ്മൂട്ടി മോഹൻലാൽ ഇപ്പോഴല്ലേ വാങ്ങിച്ചു തുടങ്ങിയത്? യുവ നടന്മാർക്ക് ക്യാരവാൻ ചോദിക്കുന്നു, അത് ചോദിക്കുന്നു, ഇടയാതവര് ചോദിക്കുന്നു, അത് കൊടുക്കാൻ പ്രൊഡ്യൂസർമാരുണ്ടെങ്കിൽ തനിക്കെന്താണ്? ഞാനൊരു പടം എടുത്തല്ലോ, ബംഗ്ലാവിൽ മറുതേ പൊട്ടി പാളീസായി 2005. അത് ഞാൻ പറയട്ടെ, ഈ നമ്മുടെ ജേർണലിസ്റ്റുകളുടെ ഇടയിലുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര്. അതായത് വയസ്സായി മരിക്കാറായിട്ടും ഒരു സൈഡിൽ നിന്ന് സ്ലഗ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന, ആരും അറിയപ്പെടാത്ത ഒരു വാർത്തകൾ പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദേഷ്യമുണ്ടല്ലോ. ആ ദേഷ്യമൊക്കെ ഈ ഊളകളായിട്ടുള്ള ഈ അമ്മാവന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ തീർക്കുന്ന ഈ ട്രെയിനി പിള്ളേരോടാണ്. ട്രെയിനി പിള്ളേർ വരുമ്പോൾ അവരോടാണ് ദേഷ്യം തീർക്കുന്നത്. സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതും. മനസ്സിലായി? ഇയാളുടെ ഏറ്റവും വലിയ ശത്രു മറ്റേ ആ പയ്യനുണ്ടല്ലോ, നമ്മുടെ അബിയുടെ മോൻ ഷൈൻ നിഗം ഒക്കെയാണ് ഇയാളുടെ ഏറ്റവും വലിയ ശത്രു. ഷൈൻ നിഗത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കണം. അവന് ക്യാരവാൻ ഉണ്ടെങ്കിൽ നിനക്കെന്താടാ എന്ന് തിരിച്ചു ചോദിക്കാൻ ആളില്ലാത്തോണ്ട് അത് കൊടുക്കാനായിട്ട് പ്രൊഡ്യൂസർമാരുണ്ട്. കൊടുത്തോട്ടെ, അതിനിപ്പോൾ എന്താ? മലയാള ഇൻഡസ്ട്രി തകരുന്നെങ്കിൽ ഇയാൾക്ക് തന്നെ വേണം. മലയാള ഇൻഡസ്ട്രി ഇവിടെ ആരില്ലെങ്കിലും തകരാനൊന്നും പോകുന്നില്ല. മലയാള ഇൻഡസ്ട്രിയിൽ ഓട്ടിക്കാനുള്ള ആൾക്കാരുണ്ട്. മലയാള ഇൻഡസ്ട്രി അതെ, പ്രൊഡ്യൂസർമാര് ഇത്ര ശമ്പളം വാങ്ങിച്ചു കളയുന്നെങ്കിൽ എന്താണ്? പ്രൊഡ്യൂസർമാര് ഇപ്പോൾ മോഹൻലാലിനെ സമീപിക്കുന്നു സ്ക്രിപ്റ്റുമായിട്ട്. മോഹൻലാലിനെ സമീപിക്കും. മോഹൻലാൽ പറയുന്നു എനിക്കിപ്പോൾ ഒരു 15 കോടി വേണമെന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ശരി, മോഹൻലാൽ വേണ്ടാന്ന് വെക്കാനുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊഡ്യൂസർക്കില്ലേ? പ്രൊഡ്യൂസർ നേരെ അതിൽ പ്രൊഡ്യൂസറിന്റെ ശമ്പളം കിട്ടുന്ന ആൾക്കാരെ വെച്ച് അത് ചെയ്യണം. ആ സിനിമ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ഏത് സിനിമ ആയിരുന്നാലും ഓടി. ഇപ്പൊ എത്ര പടങ്ങളാണ് ഓടിയിരിക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ ഇറങ്ങിയ ഈ ആരാലും അറിയപ്പെടാത്ത ഈ രോമാഞ്ചമൊക്കെ ഉണ്ടല്ലോ, സബിൻ ഷാഹിറിന്റെ ഒക്കെ പടം, ഇതൊരു ഹിറ്റാണ്. മഞ്ഞുമ്മൽ ബോയ്സ് അല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ കളക്ഷൻ കോടി. അല്ല, പുതിയ പിള്ളേർ കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പിള്ളേർ ഇപ്പൊ ഇരിക്കുന്ന ഇവരെല്ലാവരും സഹിക്കുന്നില്ല. പുതിയ പിള്ളേർ ഇത്രയും അധികം പഴയ സിനിമാ നടന്മാർ, ഇനിയിപ്പോ ഏത് സിനിമാ നടൻ ഇല്ലെങ്കിലും മലയാള സിനിമ ഓടും. കാരണം അത്രയും ടാലന്റ് ഉള്ള പിള്ളേര് കയറി വരുന്നുണ്ട്. സ്ക്രിപ്റ്റുകൾ പിള്ളേർക്ക് കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റുകളാണ് പലതും. ഇവർക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വെട്ടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ഈ പിള്ളേരെ വെട്ടുന്നത്. പക്ഷേ പിള്ളേർ കയറി വരും. എത്ര എന്ന് പറഞ്ഞാൽ ചവിട്ടി പിടിച്ച് നിർത്തി വരും. കഴിവിനെയൊന്നും ചവിട്ടി പിടിച്ച് നിർത്താൻ എന്തൊക്കെ പറഞ്ഞാലും ആ ഷൈൻ നിഗം എന്ന് പറയുന്ന ചെക്കനുണ്ടല്ലോ, അയാൾ അസാധ്യ അഭിനയമാണ്. കലാകാരനാണ്. അയാൾ അച്ഛനേക്കാൾ കലാകാരനാണ്. അത് RDX എന്ന് പറയുന്ന പടത്തിനെതിരെ ഇയാൾ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈൻ നിഗമാണ് അവിടെ സെറ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അതാണ് ആ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഷൈൻ നിഗത്തിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള റോൾ ഷൈൻ നിഗത്തിന്റെ റോളാണ്. നായകനാണ് വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അതുകൊണ്ട് ആ പടത്തിന് മോശമൊന്നും സംഭവിച്ചില്ലല്ലോ. ആ പടം 100 കോടി ക്ലബ്ബിൽ കയറിയില്ലേ ബിസിനസ് പരമായിട്ട്? 100 കോടി ക്ലബ്ബിൽ കയറി. അതുകൊണ്ട് ഷൈൻ നിഗം ഇത്രയൊക്കെ കാണിച്ചു എന്ന് ഇയാളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറഞ്ഞിട്ടും ആ സിനിമ ഡൗൺ ആയില്ലല്ലോ, പൊട്ടിയില്ല. ആ സിനിമ വൻ വിജയം നേടി. ആ സിനിമ എനിക്ക് തോന്നുന്നു കിങ് ഓഫ് കൊത്തയുടെ കൂടെ ക്ലാഷ് ഇറങ്ങിയിട്ടാണ് ആ സിനിമ ഹിറ്റായത്. അതൊരു വലിയ പങ്ക് ശാന്തി വിളക്കി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശാന്തി വിള പറഞ്ഞ അവന്റെ അച്ഛനേക്കാൾ കുഴപ്പക്കാരായിരുന്നു. AC-യുടെ വയറൊക്കെ കടിച്ചു പറിച്ചു കളഞ്ഞു. അച്ഛൻ കടിച്ചു പറിച്ചു കളഞ്ഞു. ഇതൊക്കെയാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ത് ഇദ്ദേഹം കണ്ടു മരണപ്പെട്ടു പോയ ആൾക്കാർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ടാർണിഷ് ചെയ്യുക. ഇതിൽ നിന്ന് എന്ത് സുഖമാണ് തോന്നിയൊക്കെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവും. ഇത് മരണപ്പെട്ടു പോയ ആളാണ്. ഈ സംഭവത്തിൽ പരാതി ഉണ്ടെങ്കിൽ, ഈ സംഭവത്തിൽ ഈ പറയുന്ന നടിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സെറ്റിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ പിന്നെ ബംഗാളി നടി ഒരു കാര്യം പറഞ്ഞു. ബംഗാളി നടി ഒരു സംവിധായകനെതിരെ ഒരു കാര്യം പറഞ്ഞു. അതിനെ പിന്തുണച്ചുകൊണ്ട് ജോഷി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ നിമിഷ നേരം കൊണ്ട് അയാൾ രംഗത്തെത്തി. കാരണം പരാതി പറയുന്നു, പരാതിക്ക് തെളിവുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, അന്ന് എടുത്ത ടിക്കറ്റ് ഉണ്ട്, തിരിച്ചു പോകാൻ എടുത്ത ടിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ കേസായപ്പോൾ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നു. ഇതൊരു കാര്യമില്ല. എന്നോ മരണപ്പെട്ടു പോയൊരു നടൻ, അത് പേരില്ല,
മകൻ്റെ പേരില്ല, സാഹചര്യമില്ല, ഏത് സിനിമയില്ല, ചെയ്ത സംവിധായകനില്ല, ഒന്നുമില്ലാതെ ഒരു കഥ അടിച്ചങ്ങ് വിട്ടു. തലേന്ന് രാത്രിയിൽ പിന്നെ നടിയെ വിളിച്ചു പോലും റൂമിൽ, ഇദ്ദേഹത്തെ വഴിയാന്നല്ലോ വിളിച്ചത്. ഇനി ആ മരിച്ചുപോയ ആൾ വന്ന് തിരിച്ചു എന്ന് പറയാൻ പോകില്ല. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ ടാർണിഷ് ചെയ്യുന്നത്? അതെ, ഇങ്ങനെ സത്യം പറഞ്ഞ ഭാഗ്യലക്ഷ്മി വിജയ് പി നായർ എന്ന് പറഞ്ഞ ഒരാളെ റൂം കയറി അടിച്ചൊരു സീനുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ പരാതി ഉണ്ടല്ലോ. ഭാഗ്യലക്ഷ്മി ചെയ്തതുപോലെ വേണം ഇയാളെ ചെയ്യാൻ. ഇയാളെ ഒന്നും ഇങ്ങനെ ഭാഗ്യലക്ഷ്മി ആ വിജയ് പി നായരുടെ കാര്യത്തിൽ ചെയ്തത് പക്ക കറക്റ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ? കാരണം ഭയങ്കര അയാളും സെക്ഷലി അങ്ങ് വൃത്തികേടാക്കി കളഞ്ഞു സ്ത്രീകളെ വിളിച്ചു പറയുന്നത്. ഇയാൾ അത്ര ഇല്ലെങ്കിലും ഇയാൾ അതിന്റെ വേറൊരു വകഭേദമാണ്. ഈ പാമ്പുകളിൽ തന്നെ വിഷം കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ടല്ലോ. ഇയാൾ വിഷം കുറഞ്ഞ ഇനമാണ്, പക്ഷെ എങ്കിലും കടിച്ചാൽ മരിക്കും. അതെ അതെ, മനസ്സിലായില്ലേ? സമയം എടുത്തേ മരിക്കും എന്നുള്ളൊരു വിഷയമാണ്. മറ്റേ അവനാണെങ്കിൽ അങ്ങനെയല്ലായിരുന്നു. വിജയ് പി നായർ കടിച്ചാൽ ഇത്ര പെട്ടെന്ന് ചാവുമായിരുന്നു. അതുപോലത്തെ ഒരു വകഭേദമാണ്. അപ്പൊ ഇയാളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കേരള പോലീസും നിയമ സംവിധാനമൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഭാഗ്യലക്ഷ്മിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ ആരോപണം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് തെറ്റാണ്, ഒരു സംഭവമില്ല. അത് നമ്മളെ 24ന്റെ ലോഗോ ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ 24ന്റെ ലോഗോ ഇതല്ല.